നമസ്കാരം. കുട്ടികളുടെ കരുതലിനും സംരക്ഷണത്തിനുമുള്ള നിയമമാണ് ബാലനീതി നിയമം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ 2015 എന്ന നിയമം. ഈ നിയമം കുട്ടികൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം. ക്രിമിനൽ കേസുകളിൽ പെടുന്ന കുട്ടികളുടെ മാത്രമല്ല, കരുതലും സംരക്ഷണവും ആവശ്യമായ കുട്ടികളുടെയും സ്വകാര്യത മാനിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. ബാലനീതി നിയമത്തിലെ 74-ാം വകുപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കുട്ടികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അവരെ പ്രതി അല്ലെങ്കിൽ അക്യൂസ്ഡ്, കുറ്റാരോപിതൻ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. നിയമവുമായി സംഘർഷത്തിലായ കുട്ടി, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് നിയമം അത്തരം കുട്ടികളെ വിശേഷിപ്പിക്കുന്നത്. 18 വയസ്സ് വരെയുള്ളവർ ഈ നിയമപ്രകാരം കുട്ടികളാണ്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം കുട്ടികളുടെ പേരുകൾ വെളിപ്പെടുത്താറില്ലെങ്കിലും പ്രതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം. അത് നിയമപരമായി തെറ്റാണ്. 2 തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ബാലനീതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമവുമായി സംഘർഷത്തിൽപ്പെടുന്ന കുട്ടികൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികൾ. രണ്ടാമത്തെ വിഭാഗം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, സമൂഹത്തിൻ്റെ പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ്. നിയമവുമായി സംഘർഷത്തിലാകുന്ന കുട്ടികളെ നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലെ കുട്ടികളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല. അവർ ആരൊക്കെയാണെന്ന് ബാലനീതി നിയമത്തിൻ്റെ 2-ാം വകുപ്പിൻ്റെ ക്ലോസ് 14 വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിൻ്റെ പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ അവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. 1. താമസിക്കാൻ വീടോ വ്യവസ്ഥാപിതമായ ഒരിടമോ വ്യക്തമായ ജീവിതമാർഗമോ ഇല്ലാത്ത കുട്ടി. 2. ബാലവേലയിലോ യാചകവൃത്തിയിലോ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടി, അതായത് തെരുവിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾ. അടുത്തത്, കുട്ടിയെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ അവഗണിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന കുട്ടി. നിലവിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ഏതെങ്കിലും നിയമം ലംഘിച്ച വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന കുട്ടി. കുട്ടിയെ കൊല്ലും അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കും, ചൂഷണം ചെയ്യും, ദുരുപയോഗം ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഭീഷണി നടപ്പാക്കുമെന്ന് ന്യായമായും സംശയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ അങ്ങനെ താമസിക്കേണ്ടി വരുന്ന കുട്ടി. അടുത്തത്, ഏതെങ്കിലും കുട്ടിയെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത വ്യക്തിക്കൊപ്പം, അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്കൊപ്പം താമസിക്കുന്ന കുട്ടി. ആ കുട്ടിക്കും ഇതൊക്കെ സംഭവിക്കുമെന്ന് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. അടുത്തത്, മാനസിക രോഗിയായ ഒരാളുടെ കൂടെ താമസിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ മാനസിക ശാരീരിക വെല്ലുവിളികളുള്ള വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന കുട്ടി. മാറാരോഗമോ മാരക രോഗമോ ബാധിച്ച വ്യക്തിയുടെ കൂടെ കഴിയുന്ന കുട്ടി. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത, സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഉള്ള കുട്ടി. അടുത്തത്, കുട്ടിയെ സംരക്ഷിക്കാൻ പ്രാപ്തരല്ലെന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡോ ശിശു ക്ഷേമ സമിതിയോ കണ്ടെത്തിയ മാതാപിതാക്കളോടൊപ്പം കഴിയുന്ന കുട്ടി. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോവുകയോ മാതാപിതാക്കൾ ഏതെങ്കിലും ശിശു ക്ഷേമ സമിതിക്കോ മറ്റോ കൈമാറുകയോ ചെയ്ത കുട്ടി. മാതാപിതാക്കൾ ഇല്ലാതിരിക്കുകയും സംരക്ഷണം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന കുട്ടി. അടുത്തത്, കാണാതാവുകയോ രക്ഷിതാക്കളിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്ത കുട്ടി. ന്യായമായ അന്വേഷണം നടത്തിയിട്ടും മാതാപിതാക്കളെ കണ്ടെത്താൻ പറ്റാത്ത കുട്ടി. അടുത്തത്, നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയോ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയോ ചെയ്ത കുട്ടി, അല്ലെങ്കിൽ ഇതിനൊക്കെ വിധേയമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടി. മനസാക്ഷിക്ക് നിരക്കാത്ത വല്ല നേട്ടങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയോ ഉള്ള കുട്ടി. സായുധ കലാപമോ ആഭ്യന്തര കലാപമോ പ്രകൃതി ദുരന്തമോ ബാധിച്ച കുട്ടി. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ബന്ധുക്കളാൽ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകുന്ന കുട്ടി, അതായത് ശൈശവ വിവാഹത്തിന് നിർബന്ധിതയാകുന്ന കുട്ടികൾ. കുട്ടിക്കടത്തിന് ഇരയാകുവാനോ മയക്കുമരുന്ന് ഉപയോഗത്തിൽപ്പെടാനോ ഒക്കെ സാധ്യതയുള്ള വിധം സുരക്ഷിതമല്ലാതെ സാഹചര്യത്തിൽ കഴിയുന്ന കുട്ടി. ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളുടെ വ്യക്തിത്വം
തിരിച്ചറിയുന്ന തരത്തിൽ ഫോട്ടോയും വാർത്തയും പ്രസിദ്ധീകരിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ സംപ്രേഷണം ചെയ്യാനോ പാടില്ലെന്ന് ബാലനീതി നിയമത്തിൻ്റെ 74-ാം വകുപ്പ് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഇരയാവുകയോ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷികളാവുകയോ ചെയ്യുന്ന കുട്ടികളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു വാർത്തയും ഫോട്ടോയും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. വീഡിയോ സംപ്രേഷണം ചെയ്യാനും പാടില്ല. വർത്തമാനപത്രം, മാഗസിൻ, ഓഡിയോ ആൻഡ് വിഷ്വൽ മീഡിയ തുടങ്ങി എല്ലാവർക്കും ഈ വിലക്ക് ബാധകമാണ്. കുട്ടിയുടെ പേര്, അഡ്രസ്സ്, സ്കൂളിൻ്റെ പേര് തുടങ്ങി കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്ന, കുട്ടിയെ തിരിച്ചറിയാൻ സൂചന നൽകുന്ന ഒരു വിശദാംശവും വാർത്തകളിൽ നൽകാൻ പാടില്ല. എന്നാൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെയോ ശിശുക്ഷേമ സമിതിയുടെയോ അനുമതിയോടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ആരാണോ അനുമതി നൽകുന്നത്, ബോർഡായാലും ശിശുക്ഷേമ സമിതിയായാലും, അതിനുള്ള കാരണം രേഖാമൂലം വ്യക്തമാക്കിയതിന് ശേഷമായിരിക്കണം ഇങ്ങനെ അനുമതി നൽകുന്നത്. നിയമം ലംഘിച്ച് കുട്ടികളുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുകയോ അതിലേക്ക് സൂചന നൽകുകയോ ചെയ്യുന്നവർക്ക് ഈ നിയമപ്രകാരം 6 മാസം വരെ തടവ് ശിക്ഷയോ 1 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കും. ചിലപ്പോൾ തടവും പിഴയും ഒന്നിച്ചും ലഭിച്ചേക്കാം. കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം. ബാലനീതി നിയമത്തിലും പോക്സോ ആക്റ്റിലുമൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിബന്ധനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാലിക്കാതിരുന്നതിനാൽ കത്തുവയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കേസിൽ ചില ദേശീയ മാധ്യമങ്ങൾക്ക് തന്നെ കോടതി മുമ്പാകെ മാപ്പ് പറയേണ്ടി വന്നതും പിഴ ഒടുക്കേണ്ടി വന്നതും ഓർക്കുമല്ലോ. അന്നു പോക്സോ ആക്റ്റിലെ 23-ാം വകുപ്പ് പ്രകാരമാണ് ദേശീയ മാധ്യമങ്ങൾക്കെതിരെ ഡൽഹി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. പോക്സോ ആക്ട് കുറെ കൂടി കർക്കശമായാണ് ഇക്കാര്യത്തിൽ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് എന്ന് അറിയാമല്ലോ. പോക്സോ ആക്റ്റിലെ 23-ാം വകുപ്പ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ മീഡിയ എന്നാണ് ഈ സെക്ഷൻ്റെ ടൈറ്റിൽ. അതിലെ ക്ലോസ് 1, നോ പേഴ്സൺ ഷാൾ മേക്ക് എനി റിപ്പോർട്ട് ഓർ പ്രസൻറ്റ് എനി കമൻറ്റ്സ് ഓൺ എനി ചൈൽഡ് ഫ്രം എനി ഫോം ഓഫ് മീഡിയ ഓർ സ്റ്റുഡിയോ ഓർ ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് without having complete and authentic information which may have the effect of lowering his reputation or infringing upon his privacy. സമ്പൂർണവും ആധികാരികവുമായ വിവരം ലഭിക്കാതെ ഒരു കുട്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളോ പരാമർശങ്ങളോ ഒരാളും നടത്താൻ പാടില്ല. മാധ്യമങ്ങളുടെയോ സ്റ്റുഡിയോയുടെയോ ഫോട്ടോഗ്രാഫിയുടെയോ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒന്നും തന്നെ ഇത്തരം റിപ്പോർട്ടുകളോ പരാമർശങ്ങളോ പാടില്ലെന്നാണ് പറയുന്നത്. Clause 2, no reports in any media shall disclose the identity of a child, including his name, address, photograph, family details, school, neighborhood, or any other particulars which may lead to disclosure of identity of the child, provided that for reasons to be recorded in writing, the special court competent to try the case under the Act may permit such disclosure if in its opinion such disclosure is in the interest of the child. രണ്ടാമത്തെ ക്ലോസ് മാധ്യമങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. ബാലനീതി നിയമത്തിലേക്കാൾ കുറെ കൂടി വിശദവും കർക്കശവുമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ലൈംഗിക പീഡനത്തിനിരയായ കുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിൽ വാർത്തകൾ നൽകാൻ പാടില്ല. കുട്ടിയുടെ പേരോ അഡ്രസ്സോ സ്കൂളോ കുട്ടിയുടെ താമസിക്കുന്ന പരിസരത്തെക്കുറിച്ചോ കുട്ടിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിൽ യാതൊരു സൂചനയും റിപ്പോർട്ടുകളിൽ ഉണ്ടാകാൻ പാടില്ല. കുട്ടിക്ക് ഗുണകരമാവുമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യത്തിന് നല്ലതാണെങ്കിൽ കേസ് വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിക്ക് കുട്ടിയുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ മാധ്യമങ്ങൾക്ക് അനുവാദം നൽകാവുന്നതാണ്. അതിനുള്ള കാരണം രേഖാമൂലം വ്യക്തമാക്കിയിരിക്കണം. ക്ലോസ് 3, the publisher or owner of the media or studio or photographic facilities shall be jointly and severally liable for the acts and omissions of his employee. നിയമം ലംഘിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ തൊഴിലാളിയുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ ഉടമയും പബ്ലിഷറും ഒറ്റയ്ക്കും കൂട്ടായും മറുപടി പറയാൻ ബാധ്യസ്ഥനാകും. ക്ലോസ് 4, any person who contravenes the provisions of subsection 1 or subsection 2 shall be liable to be punished with imprisonment of either description for a period which shall not less than 6 months but which may extend to 1 year, or with fine or with both. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
നിയമം ലംഘിക്കുന്നവർ 6 മാസം മുതൽ 1 വർഷം വരെ തടവോ പിഴയോ ആണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. രണ്ടും ഒന്നിച്ചും ലഭിച്ചേക്കാം. ബാലനീതി നിയമത്തിൽ പിഴ 1 ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. പോക്സോ ആക്ടിൽ തുക നിശ്ചയിച്ചിട്ടില്ല. കോടതിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു തുക പിഴയായി വിധിച്ചേക്കാം. കത്വ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയ മാധ്യമങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് ഡൽഹി ഹൈക്കോടതി അന്ന് പിഴ വിധിച്ചത്. ആരൊക്കെയാണ് ആ കേസിൽ പിഴ അടച്ചതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളായ ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ദ സ്റ്റേറ്റ്സ്മാൻ, NDTV, ഫസ്റ്റ് പോസ്റ്റ്, ദ വീക്ക്, റിപ്പബ്ലിക് TV, ഇന്ത്യ TV, ഇന്ത്യൻ എക്സ്പ്രസ് ഓൺലൈൻ മീഡിയ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ ഘടാഘടിയന്മാരാണ്. വേറെയും 5 മാധ്യമങ്ങൾ ആ കേസിൽപ്പെട്ടിരുന്നു. അവർക്ക് പുറമെ ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ, യൂട്യൂബ്, ബിങ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും നിരവധി ഓൺലൈൻ മീഡിയകളെയും കോടതി ആ കേസിൽ പ്രതി ചേർത്തിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ അന്ന് പിഴയായി അടച്ച 10 ലക്ഷം രൂപ ജമ്മു കശ്മീർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിന് കൈമാറുകയാണ് ചെയ്തത്. ഇതിലെ കൗതുകകരമായ വസ്തുത നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നായിരുന്നു കോടതി മുമ്പാകെ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് പ്രസ്തുത മാധ്യമ സ്ഥാപനങ്ങൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, പ്രതികൾക്കെതിരെ ശരിയായ രീതിയിലുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് ആക്കം കൂട്ടുമെന്ന വിശ്വാസത്തിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നും അവർ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഏതായാലും തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിവായെങ്കിലും അവർക്ക് പിഴ ശിക്ഷ വിധിക്കുകയുണ്ടായി. അറിവില്ലായ്മ തന്നെയാണ് പലപ്പോഴും പ്രശ്നം. അതുകൊണ്ടാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കുട്ടികളുടെ ഫോട്ടോകളും ദൃശ്യങ്ങളും മുൻനിര മാധ്യമങ്ങൾ പോലും വ്യാപകമായി ഉപയോഗിച്ചത്. ബാലനീതി നിയമപ്രകാരം അത് തെറ്റാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ ഇരകളായ കുട്ടികൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു വിവരവും പ്രസിദ്ധീകരിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ സംപ്രേഷണം ചെയ്യാനോ പാടില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ മകന് മുന്നിൽ മൈക്കും ക്യാമറയുമായി വന്ന ആളെ നമ്മൾ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ആളല്ലേ, യൂട്യൂബറല്ലേ എന്നൊക്കെ ലഘുവായി കാണാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മുൻനിര മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഈ തെറ്റുകൾ പറ്റുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കത്വ പെൺകുട്ടിയുടെ കേസിൽ ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ ഉൾപ്പെടെ മുൻനിര മാധ്യമങ്ങളാണ് മാപ്പ് പറയുകയും പിഴയടക്കുകയും ചെയ്യേണ്ടി വന്നത്. വയനാട്ടിൽ നിന്ന് നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ പടങ്ങൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അറിവില്ലായ്മ ഒരിക്കലും കുറ്റം ചെയ്യാനുള്ള ന്യായീകരണമല്ല, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ന്യായീകരണമല്ല എന്നുകൂടി ഓർക്കുക. കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈയിടെ യൂണിസെഫും കേരള പ്രസ് അക്കാദമിയുമായി ചേർന്ന് ശിശു സൗഹൃദ കേന്ദ്രീകൃത മാധ്യമ നയം രൂപീകരിക്കാനുള്ള ആലോചനകൾ നടന്നു വരുന്നുണ്ട്. അതിനുള്ള ഒരു മാർഗനിർദ്ദേശ രേഖയുടെ കരട് ഈയിടെ പുറത്തിറക്കിയിരുന്നു. എത്ര മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് എന്നറിയില്ല. കുട്ടികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിന് 6 പൊതു തത്വങ്ങളാണ് മാർഗനിർദ്ദേശ രേഖയുടെ കരടിലുള്ളത്. 1. എല്ലാ സാഹചര്യങ്ങളിലും ഓരോ കുട്ടിയുടെയും അന്തസ്സും അവകാശങ്ങളും മാനിക്കുക. 2. കുട്ടികളെ അഭിമുഖം നടത്തുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഓരോ കുട്ടിയുടെയും സ്വകാര്യതയ്ക്കും രഹസ്യ സ്വഭാവത്തിനുമുള്ള അവകാശം സംരക്ഷിക്കുക. അവരുടെ അഭിപ്രായം കേൾക്കുകയും അവരെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ കൂടി പങ്കെടുപ്പിക്കുകയും വേണം. റിപ്പോർട്ടിംഗ് മൂലമുണ്ടാകാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും പ്രതികാര നടപടികളിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 3. കുട്ടികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ആകണം മറ്റെന്തിനേക്കാളും പരിഗണന വേണ്ടത്. കുട്ടികളുടെ പ്രശ്നങ്ങൾക്കായുള്ള വാദം നടത്തുമ്പോഴും അവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒക്കെ ഈ സംഗതി ഉറപ്പുവരുത്തണം. 4. കുട്ടികളുടെ ഉത്തമ താൽപ്പര്യാർത്ഥമുള്ള റിപ്പോർട്ടിങ്ങിൽ അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസൃതമായി തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തിന് അർഹമായ പ്രാധാന്യം നൽകണം. 5. ഓരോ റിപ്പോർട്ടുകളിലും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി കുട്ടികൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്തുക. ഇതിനായി കുട്ടികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവരുമായി ബന്ധപ്പെടുക. 6. കുട്ടിയെയോ അവരുടെ സഹോദരങ്ങളെയോ ഒപ്പമുള്ളവരെയോ അപകടത്തിലാക്കിയേക്കാവുന്ന റിപ്പോർട്ടുകളും ചിത്രങ്ങളും പ്രസിദ്ധീകരിക്കരുത്. അതിനായി അവരുടെ വ്യക്തിവിവരങ്ങൾ മറയ്ക്കപ്പെടുകയോ മാറ്റുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക.
കുട്ടികളെ അഭിമുഖം നടത്തുന്നതിനുള്ള 6 മാർഗനിർദ്ദേശങ്ങളും പ്രസ്തുത മാർഗരേഖയുടെ കരടിലുണ്ട്. അതിലൊന്നാമത്തേത്, അഭിമുഖങ്ങൾ ഒരു കുട്ടിക്കും ഉപദ്രവമാകരുത്. വിമർശനാത്മകമായ സാംസ്കാരിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത വിവേകമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം. കുട്ടിയെ അപകടത്തിലാക്കുന്നതോ കുട്ടിയെ അപമാനിക്കുന്നതോ ആയവയും ഭൂതകാലത്തെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ വേദന വീണ്ടും ഉണർത്തുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. 2. കുട്ടികളെ അഭിമുഖത്തിന് തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ ലിംഗഭേദം, വംശം, പ്രായം, മതം, പദവി, വിദ്യാഭ്യാസ പശ്ചാത്തലം അല്ലെങ്കിൽ ശാരീരിക കഴിവുകൾ എന്നിവയാലുള്ള വിവേചനമോ വേർതിരിവോ കാണിക്കരുത്. 3. മറ്റുള്ളവരായി കുട്ടികളെ അഭിനയിപ്പിക്കരുത്. കുട്ടികളോട് അവരുടേതല്ലാത്ത ഒരു കഥ പറയാനോ ഒരു പ്രവൃത്തി ചെയ്യാനോ ആവശ്യപ്പെടരുത്. 4. ഒരു മാധ്യമ റിപ്പോർട്ടറോടാണ് സംസാരിക്കുന്നതെന്ന്, ഒരു മാധ്യമ പ്രവർത്തകനോടാണ് സംസാരിക്കുന്നത് എന്ന് കുട്ടിക്കും രക്ഷിതാവിനും അറിവുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അഭിമുഖത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ അനന്തരഫലവും വിശദീകരിക്കുക. 5. എല്ലാ അഭിമുഖങ്ങൾക്കും വീഡിയോ റെക്കോർഡിങ്ങിനും സാധ്യമാവുന്നിടത്തോളം ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫുകൾക്കും കുട്ടിയുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അനുമതി തേടുക. സാധ്യമാവുന്നിടത്തോളം ഈ അനുമതി രേഖാമൂലം ആയിരിക്കുകയും വേണം. കുട്ടിയെയും രക്ഷിതാവിനെയും ഇതിനായി ഒരു തരത്തിലും നിർബന്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. നാട്ടിലും വിദേശത്ത് വരെയും പ്രചരിച്ചേക്കാവുന്ന ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ആ അഭിമുഖമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം അനുമതി തേടുന്നത്. കുട്ടിക്ക് വിശ്വസിക്കാവുന്ന മുതിർന്നവരുമായി കൂടിയാലോചിച്ചാവണം ഈ തീരുമാനം. 6. കുട്ടിയുടെ അഭിമുഖം എവിടെ, എങ്ങനെ നടത്തുന്നുവെന്ന് ശ്രദ്ധിക്കുക. അഭിമുഖം നടത്തുന്നവരുടെയും ചിത്രീകരിക്കുന്നവരുടെയും എണ്ണം പരിമിതപ്പെടുത്തുക. അഭിമുഖം നടത്തുന്നവരടക്കം ബാഹ്യ സമ്മർദ്ദങ്ങൾ ചെലുത്താതെ ആയാസരഹിതമാവണം കുട്ടിയെക്കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കേണ്ടത്. ദൃശ്യ ശ്രാവ്യ അഭിമുഖങ്ങളിൽ കാഴ്ച ശബ്ദ പശ്ചാത്തലം തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെ ജീവിത ഇടങ്ങളും കാര്യങ്ങളും സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടാക്കാതെ നോക്കണം. കുട്ടിയുടെ വീടോ പ്രദേശങ്ങളോ സാമൂഹ്യ ഇടങ്ങളോ എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നത് അപകടകരമാകുമെങ്കിൽ ഒഴിവാക്കുക. ഈ നിർദ്ദേശങ്ങൾ കരടാണെന്ന് പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവർ ഇടപെട്ട് ഈ നിർദ്ദേശങ്ങൾ കുറെ കൂടി ഫലപ്രദമായി നിയമവശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആവിഷ്കരിക്കേണ്ടതുണ്ട്. നിയമപരമായി കുട്ടികൾക്കുള്ള അവകാശങ്ങൾ കൂടി മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം അനവധിയാണെങ്കിലും പാഠ്യപദ്ധതിയിൽ മാധ്യമപ്രവർത്തകർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമപാഠങ്ങൾ നിലവിലുള്ളതിനേക്കാൾ കുറെ കൂടി നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.